ശതാഭിഷേക വന്ദനം. ശ്രീ ധനഞ്ജയൻ നമ്പ്യാർ. സേവനവും സംസ്കാരവും സമന്വയിച്ച സഫല ജീവിതം. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ദിവ്യപ്രഭ സാക്ഷിയായി ശതാഭിഷേക മഹിമയിലേക്ക് കടന്നു ചെല്ലുന്ന ശ്രീ ധനഞ്ജയൻ നമ്പ്യാർ ഒരു വ്യക്തിയുടെ ജീവിത വിജയം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ അഭിമാനവും, ഒരു സമൂഹത്തിന്റെ ആത്മവിശ്വാസവും, ഒരു തലമുറയുടെ പ്രചോദനവുമാണ്. 1941 നവംബർ 2-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഏച്ചിക്കാനത്തെ കല്യാൺ ഭവനിൽ വേങ്ങയിൽ കുഞ്ഞിക്കമ്മാരൻ നായനാരുടെയും AC ഓമന അമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. പാരമ്പര്യത്തിന്റെ മഹത്വവും സംസ്കാരത്തിന്റെ സൗരഭ്യവും നിറഞ്ഞ ആ തറവാട്ടുമുറ്റത്ത് വളർന്ന ബാല്യം അദ്ദേഹത്തിന്റെ ജീവിത മൂല്യങ്ങളുടെ അടിത്തറയായി മാറി. അന്നത്തെ കാലഘട്ടത്തിൽ ആശാന്മാർ വീട്ടിലെത്തി നൽകിയ പ്രാഥമിക വിദ്യാഭ്യാസത്തിലൂടെയാണ് അറിവിന്റെ ആദ്യ വെളിച്ചം അദ്ദേഹത്തെ സ്പർശിച്ചത്. തുടർന്ന് വാരണക്കോട്ട് LP സ്കൂളിലും പയ്യന്നൂർ മിഷൻ സ്കൂളിലും പഠനം തുടരുകയും പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നിന്ന് മെട്രിക്കുലേഷൻ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തെ കോഴിക്കോട് ദേവഗിരി കോളേജിലേക്കും ഗുരുവായൂരപ്പൻ കോളേജിലേക്കും നയിച്ചു. അവിടെ നിന്നും BCom ബിരുദം നേടി പിന്നീട് ബാങ്കിംഗ് മേഖലയിലെ പ്രാവീണ്യം വർദ്ധിപ്പിച്ച് സർട്ടിഫൈഡ് മെമ്പർ ഓഫ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കേഴ്സ് എന്ന പ്രശസ്തമായ ബാങ്കിംഗ് ഡിപ്ലോമയും കരസ്ഥമാക്കി. 1970 ഫെബ്രുവരിയിൽ പട്ടേലർ കോടോത്ത് കുഞ്ഞമ്പു നായരുടെയും ചേരിപ്പാടി മീനാക്ഷി അമ്മയുടെയും മകളായ ശ്രീമതി ചേരിപ്പാടി സുശീലയെ ജീവിത പങ്കാളിയായി സ്വീകരിച്ചു. പരസ്പര സ്നേഹവും ബഹുമാനവും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും നിറഞ്ഞ ഈ ദാമ്പത്യ ജീവിതം ഇന്നും മാതൃകാപരമായി തുടരുന്നു. 1962 മടിക്കൈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറിയായി ഔദ്യോഗിക ജീവിതമാരംഭിച്ച അദ്ദേഹം 1963 സിൻഡിക്കേറ്റ് ബാങ്കിൽ ചേർന്നു. സെക്കന്ദരാബാദ് മുതൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് വരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം ആത്മാർത്ഥതയും കൃത്യതയും കൈമുതലാക്കി ബാങ്കിംഗ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1973 കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം കണ്ണൂർ, കോഴിക്കോട്, പന്തളം തുടങ്ങിയ സ്ഥലങ്ങളിൽ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായി സേവനം ചെയ്തു. ഔദ്യോഗിക ചുമതലകൾക്കപ്പുറം സിൻഡിക്കേറ്റ് ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ഡെപ്യൂട്ടി സെക്രട്ടറിയായി പ്രവർത്തിച്ച് സഹപ്രവർത്തകരുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പ്രവർത്തിച്ചു. 1999 കണ്ണൂർ ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി ഡിവിഷണൽ മാനേജർ സ്ഥാനത്ത് നിന്നും വിരമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനോത്സാഹത്തിന് വിരാമമുണ്ടായില്ല. വിരമിക്കൽ അദ്ദേഹത്തിന് വിശ്രമമായിരുന്നില്ല, സമൂഹ സേവനത്തിലേക്കുള്ള പുതിയ പ്രവേശനമായിരുന്നു. മൂത്ത മകൻ നവീൻ കേരള ഗവൺമെന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ മലപ്പുറം ജില്ലാ മേധാവിയായി സേവനമനുഷ്ഠിക്കുന്നു. ഭാര്യ നിത, മകൾ മാനസ. രണ്ടാമത്തെ മകൻ ചാത്തു എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന യദീൻ കാഞ്ഞങ്ങാട് ചാർട്ടേഡ് അക്കൗണ്ടന്റായി പ്രവർത്തിക്കുന്നു. ഭാര്യ ജ്യോതിലക്ഷ്മി രാമപുരം, മക്കൾ കാശി, കൗശി. ഏകമകൾ മിത്ര രവീന്ദ്രൻ. ഭർത്താവ് രവീന്ദ്രൻ നായർ ഗൾഫിലെ പ്രമുഖ സ്ഥാപനമായ G-Mark കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്യുന്നു. മകൻ ദുബായിൽ ജോലി ചെയ്യുന്നു. കാർത്തികേഷ് രവീന്ദ്രൻ, കൃതിക രവീന്ദ്രൻ എന്നിവർ മക്കളാണ്. ഔദ്യോഗിക ജീവിതത്തിനപ്പുറം സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങളുടെയും സംഘടനകളുടെയും വളർച്ചയ്ക്ക് നേതൃത്വം നൽകി സമുദായ സേവനത്തിന്റെ ഉജ്ജ്വല മാതൃകയായി മാറി. ഇദ്ദേഹം നിലവിൽ ഏച്ചിക്കാനം ചിറക്കര തറവാട്ടിന്റെ കാരണവരായി സേവനമനുഷ്ഠിക്കുന്നു. ഏച്ചിക്കാനം വയനാട്ടുകുലവൻ ദേവസ്ഥാനം പ്രസിഡന്റ്, ഏച്ചിക്കാനം പഞ്ചുരുളി ദേവസ്ഥാനം പ്രസിഡന്റ്, മടിക്കൈ മാടം മുണ്ടിയക്കാൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ, വാഴക്കോട് കൊട്രക്കാവ് ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ, മടിക്കൈ മാടം പ്രസിഡന്റ്, വെള്ളൂട പൊങ്കാല ആഘോഷ കമ്മിറ്റി ചെയർമാൻ. ഇങ്ങനെ നിരവധി മേഖലകളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം സമൂഹത്തിന് ദിശാബോധം നൽകി. കഴിഞ്ഞ 10 വർഷമായി കാഞ്ഞങ്ങാട് കോട്ടച്ചേരി കുന്നുമ്മൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റായി തുടരുന്ന അദ്ദേഹം ആത്മീയതയും സേവനവും ഒന്നിക്കുന്ന ജീവിതത്തിന്റെ മനോഹര പ്രതീകമാണ്. സത്യനിഷ്ഠ, സേവന മനോഭാവം, കുടുംബസ്നേഹം, സമൂഹബോധം, ഈ 4 മൂല്യങ്ങൾ ചേർന്നാണ് ശ്രീ ധനഞ്ജയൻ നമ്പ്യാർ എന്ന
വ്യക്തിത്വം രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ശതാഭിഷേകത്തിന്റെ ഈ പുണ്യവേളയിൽ ആദരവോടെയും അഭിമാനത്തോടെയും സ്നേഹത്തോടെയും കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും അദ്ദേഹത്തെ വണങ്ങുന്നു. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും അനേകം പൂർണ്ണചന്ദ്രന്മാർ ജീവിതത്തിൽ തെളിയട്ടെ.